പ്രത്യേക ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ വർഷം ഇതുപോലെ സമയത്ത് നമ്മളൊരു മഹാദുരന്തത്തിനെ കണ്ടായിരുന്നു. എന്തുവാന്ന് ഓർമ്മയുണ്ടോ മക്കൾക്കൊക്കെ? വയനാട്ടിലെ ദുരന്തം ഇല്ലയോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ വർഷം ഇതുപോലെ സമയത്ത് നമ്മളൊരു മഹാദുരന്തത്തിനെ കണ്ടായിരുന്നു. എന്തുവാന്ന് ഓർമ്മയുണ്ടോ മക്കൾക്കൊക്കെ? വയനാട്ടിലെ ദുരന്തം ഇല്ലയോ? അപ്പൊ വയനാട്ടില് നിങ്ങളെ പോലെയുള്ള ഒത്തിരി കുഞ്ഞുമക്കള്, ഏകദേശം 35ഓളം പേര് നമുക്ക് നഷ്ടമായ ദിവസത്തിന്റെ ഓർമ്മയായിരുന്നു. ഒരു വർഷമായി. എല്ലാവർക്കും ഓർമ്മയുണ്ട് അതില്ലേ? അപ്പൊ ഒന്ന് ഓർത്തു നോക്കിക്കേ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്, അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട മക്കളുണ്ട്. അവരെല്ലാം ആ വേദനയിലാണ് ഇപ്പോഴും അല്ലേ? നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളത് കൊണ്ട് നിങ്ങളൊക്കെ അത് ഓർക്കാറുണ്ടോ? എന്നാലും നമുക്ക് ഒരു നിമിഷമേ, ഒരു ദിവസം, ഈ ദിവസം നമുക്ക് അവരെ എല്ലാം ഓർക്കണ്ടേ? ആ സങ്കടത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നതാ ഇല്ലയോ? നമ്മളാൽ കഴിയുന്ന ഒരു സഹായം വന്ന് അവർക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർമ്മയില്ലേ? നമ്മളെ തിരുവെടുത്ത് നമ്മളെവിടെ പോയി കളക്ടർ മാമിനെ കാണുകയും നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം കൂടെ സ്വരുക്കൂട്ടി നല്ലൊരു തുക നമ്മൾ വയനാട്ടിലെ നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്കായിട്ട് കൊടുത്തതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ ആ കുഞ്ഞു കൂട്ടുകാരുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് 1 മിനിറ്റ് മൗനം ആചരിക്കണം. ഈ മൗനം ആചരിക്കുന്ന സമയത്ത് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ജീവിച്ചിരിക്കുന്ന മക്കൾക്കും, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കും ആ സ്കൂളിലെ അധ്യാപകരെ, ഇപ്പോൾ ഉള്ള കൂട്ടുകാരെ, അവർക്കെല്ലാം ശാന്തി ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് സമയം മൗനമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് 10 മണിയാകുമ്പോൾ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈ കൂപ്പി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ബെല്ലടിക്കും. 1 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കുമ്പോഴേ കണ്ണ് തുറക്കാവും കേട്ടോ. ടീച്ചർ പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും ചെയ്യൂലോ? എന്നാൽ എല്ലാവരും ഒന്ന് നേരെ നിന്നേ. പ്രാർത്ഥിച്ചോ? അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും. ഇനി ഇതുപോലെ ഒരു ദുരന്തം
നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാൻ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും സ്കൂളിലേക്ക് വരുന്ന എന്തെല്ലാം പ്രതീക്ഷകളോടാ അല്ലേ? അപ്പം അങ്ങനെ പ്രതീക്ഷകളോട് വരുന്ന കുഞ്ഞുമക്കളൊക്കെ വീട്ടിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാവുന്നതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് സഹിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ ഒരു ദുരന്തം ഇനിയും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസം പ്രാർത്ഥിക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് ദേശീയഗാനം ചെല്ലാം. ഇവിടെ നിൽക്കുന്നവർ മാത്രമേ ചെല്ലാവൂ, ഇങ്ങോട്ടുള്ളവർ ചെല്ലണ്ട കേട്ടോ. അറ്റൻഷൻ, തുടങ്ങിക്കോ. Adiós.